1 to 1 to പച്ചപൊടിച്ചും കൊണ്ട് മോതിരവിരലിൽ എഴുതും. ഇപ്പോൾ ഞങ്ങളെല്ലാവരും എഴുതും. ഇപ്പോൾ ഞങ്ങളുടെ കൊച്ചുകുട്ടി പോലും 1 to 1 to എന്ന് എഴുതിയിട്ട് സ്കൂളിൽ പോണത്. വളരെ നല്ലതാണത്. ഇപ്പം നമ്മളൊരു ആഗ്രഹം എന്ത് വിചാരിച്ച് നമ്മൾ എഴുതി കഴിഞ്ഞാലും അത് നടന്നിരിക്കും. ഇപ്പോൾ അന്നസറി ചിലവ് കുറയ്ക്കണമെന്ന് എഴുതിയാലും അത് നടക്കും. എല്ലാത്തിനും 1 to 1 to നല്ലതാണ്. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് 1 to 1 to എഴുതി കിടക്കുക. നമ്മളത് പ്രാർത്ഥിച്ച് കിടക്കുക. എന്താണോ നമ്മുടെ ആഗ്രഹം അത് നടന്നിരിക്കും. അത് പച്ചപൊടിച്ചും കൊണ്ട് എഴുതുന്നത് നിർബന്ധമാണ്. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൈകളുടെ ഓരോ ഇതിനും ഓരോ പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് ഈ മോതിരവിരലിലാണ് സാധാരണയായിട്ട് 1 to 1 to എഴുതുന്നത്. അങ്ങനെ 1 to 1 to എഴുതി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നടക്കും. പിന്നെ നമ്മളൊരിക്കലും മറ്റുള്ളവർക്ക് നന്മ വരുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി എങ്ങനെ വന്നു എന്ന് ചിന്തിക്കേണ്ട. നന്നായി സന്തോഷം, അവർ കാർ വാങ്ങിച്ചോട്ടെ, ബെൻസ് വാങ്ങിച്ചോട്ടെ, സന്തോഷം, എനിക്കും സന്തോഷം, അങ്ങനെ എനിക്കും വേണമെന്ന് വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് അത് ബാധ്യത വരും. അപ്പം നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്കപ്പോൾ നമ്മളവർക്ക് നന്മ പറയുമ്പോൾ ദൈവം നമ്മളോട് പറയും, യൂണിവേഴ്സ് പറയും, നിനക്ക് നല്ല തഥാസ്തു, നിനക്കത് സംഭവിക്കട്ടെ എന്ന് പറയും. ഇപ്പോൾ അടുത്ത വീട്ടിലൊരു കുട്ടിക്ക് എന്തെങ്കിലും റാങ്ക് കിട്ടിയതായിരിക്കാം. അപ്പോൾ ഈ അമ്മമാർക്കൊരു പ്രശ്നമുണ്ട്. ആ കുട്ടിക്ക് ഇപ്പോൾ റാങ്കില്ലല്ലോ, എല്ലാത്തിനും A+, എല്ലാത്തിനും മാർക്ക് കിട്ടി. എന്നാൽ പിന്നെ നീ എന്താടാ അവർ വഴക്ക് പറയരുത്. കാരണം എന്താ, ആ കുട്ടിക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുട്ടിക്ക് നല്ലത് വരും. കാരണം തഥാസ്തു എന്ന് യൂണിവേഴ്സ് പറയും.